ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സീരിയലിലെ എൻ്റെ പാവപ്പെട്ടൊരു അമ്മായിയമ്മ, വേറെ ആരുമല്ല, പ്രശസ്ത സിനിമ സീരിയൽ താരം നിമിഷ ഉണ്ണികൃഷ്ണൻ. എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ചേച്ചി എത്തിപ്പെട്ടത്? ഒരു കൂട്ടുകാരിയുടെ കൂടെ കൂട്ടുപോയതായിരുന്നു, ഫോട്ടോഷൂട്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു നിൽക്കാമോ എന്ന്. അപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഫോട്ടോ എല്ലാം നിൽക്കാമെന്ന് പറഞ്ഞു. കവർ പേജൊക്കെ വന്നു, മനോരാജ്യത്തിൻ്റെ കവർ പേജൊക്കെ വന്നു. അങ്ങനെ ചേച്ചി സ്കോർ ചെയ്തു. ആ കൂട്ടുകാരി ഇപ്പം എവിടെ? അറിയില്ലേ. അല്ല, ഇന്നിപ്പം എല്ലാവരും പറയാം നമ്മുടെ ഇൻഡസ്ട്രി അധികം സേഫ് അല്ല, പെൺകുട്ടികൾക്കാണെങ്കിൽ സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. അന്ന് സേഫ് ആയിരുന്നു. അവരൊക്കെ റിയലായിട്ട് കാണും. പ്രണയരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിക്കും പ്രണയിക്കാന്ന് കരുതും. അപ്പൊ പീഡന രംഗമാണെങ്കിൽ ചേച്ചിയുടെ ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് ചെമ്പരത്തി. ഓക്കെ, സമയമുണ്ടോ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന്? എനിക്ക് പറയാൻ പറ്റുമോ? ചേച്ചി കൂടുതൽ നെഗറ്റീവാണ് പോസിറ്റീവാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ദൂരദർശൻ കാലം തൊട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ. അന്നൊക്കെ നല്ല നായിക വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അതിനുശേഷമൊക്കെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു. അതിനുശേഷം പിന്നെ ജനാർദ്ദൻ സാറിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ സീരിയലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അതിനുശേഷം തൊട്ട് നെഗറ്റീവാണ്. മിക്ക ആർട്ടിസ്റ്റുകളും പറയുന്നത് പോസിറ്റീവ് ചെയ്യാനാണ് താല്പര്യം. കാരണം വേറൊന്നുമല്ല, വെളിയിലിറങ്ങുമ്പോഴേക്കും നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിനയിക്കുന്ന സമയത്ത് നമ്മളൊരു മനുഷ്യനിൽ കൂടി പഠിക്കണമെന്നില്ല, പ്രകൃതിയിലെ മൃഗങ്ങളിൽ കൂടിയും പഠിക്കാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം അവനിൽ ഓരോ എക്സ്പ്രഷനും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ആരും എന്നെപ്പറ്റി അങ്ങനെ ഒരു ആ ചേച്ചി ഭയങ്കര അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രൊഡക്ഷൻ ബോയിയോട് പോലും ഞാൻ മോനെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുള്ളൂ, താ എന്ന് പറയില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഹായ്, നമസ്കാരം. ഞാൻ കീർത്തി കൃഷ്ണ. സീരിയൽ ടുഡേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സീരിയലിലെ എൻ്റെ പാവപ്പെട്ടൊരു അമ്മായിയമ്മ, വേറെ ആരുമല്ല, പ്രശസ്ത സിനിമ സീരിയൽ താരം നിമിഷ ഉണ്ണികൃഷ്ണൻ. ചേച്ചി പറഞ്ഞു തന്ന പോലെ തന്നെ വള്ളി പുള്ളി തെറ്റാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം തെറ്റി, പാവപ്പെട്ടതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും റിച്ച് ആയിട്ട് അവനൊരു പാവപ്പെട്ടെന്നൊക്കെ ഒരു പാവപ്പെട്ട കഥാപാത്രം ക്യാരക്ടറെ കണ്ടാലോ സർവാഭരണ വിഭൂഷിതയായിട്ടാ. അതെ അതെ അതെ, പാവം ക്യാരക്ടറാണ്. അപ്പം നിമിഷ ചേച്ചി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയാനായിട്ട് ഞാനൊരു 5-6 വർഷം ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും അഭിനയിക്കാനായിട്ട് നമ്മുടെ അരുൺ ചാവറയിലൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൺട്രോളർ ചക്കരമുത്ത് എത്തി. ഇതിനകത്തൊരു പോസിറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. നല്ലൊരു പാവൊരമ്മ. ചേച്ചി കൂടുതൽ നെഗറ്റീവാണ് പോസിറ്റീവാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ദൂരദർശൻ കാലം തൊട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നൊക്കെ നല്ല നായിക വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അതിനുശേഷമൊക്കെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു. അതിനുശേഷം പിന്നെ ജനാർദ്ദൻ സാറിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ സീരിയലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. എനിക്ക് കുറച്ച് മറവിയുണ്ട്, അതാണ്. അതിനുശേഷം തൊട്ട് നെഗറ്റീവാണല്ലേ? ഏത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കഥാപാത്രം? നെഗറ്റീവിന് നമുക്ക് പരിമിതിയില്ല, ലുക്ക് കൊടുക്കാനും നമുക്ക് എവിടെ വേണേൽ എന്ത് ആക്ഷൻ എടുക്കാൻ ലുക്ക് ഒരു പരിമിതിയില്ല. പക്ഷേ പോസിറ്റീവിന് നമുക്ക് പരിമിതിയുണ്ട്, കൈയെടുക്കാനും കാലെടുക്കാനും ലുക്കിനും എല്ലാത്തിനും. പക്ഷേ യൂഷ്വലി മിക്ക ആർട്ടിസ്റ്റുകളും പറയുന്നത് പോസിറ്റീവ് ചെയ്യാനാണ് താല്പര്യം. ഞാൻ ബേസിക്കലി നെഗറ്റീവാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സമൂഹത്തിനെ പേടിച്ചിട്ടായിരിക്കും. കാരണം വേറൊന്നുമല്ല, വെളിയിലിറങ്ങുമ്പോഴേക്കും നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ്. കാരണം നമുക്ക് കുറേ ഡയലോഗ് കാണും പറയാം, നമുക്ക് ആ ഡയലോഗിനനുസരിച്ച് നമുക്ക് ഫ്രീ ആണ്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മറ്റൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞാൽ പരിമിതിയുണ്ട്. ചേച്ചി ഇപ്പോൾ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, സിനിമാസും ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി ഇപ്പം നെഗറ്റീവ് ചെയ്തതിൽ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഏതാണ്? അത് രഹസ്യം, ജനാർദ്ദൻ സാറിൻ്റെ രഹസ്യം നല്ല ഏഷ്യാനെറ്റ് ചെയ്തല്ലേ? ചെയ്തു, നല്ല നെഗറ്റീവാണ്. അതിനുശേഷം ചെയ്ത ക്യാരക്ടർ എല്ലാം തന്നെ നല്ലതായിരുന്നു. എല്ലാം ഇപ്പം നമ്മുടെ ഇപ്പം ഈ പത്മിനി, സ്നേഹപൂർവ്വം ഷാമയിലെ പത്മിനി, എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ചെയ്യാം
കാരണം ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് നെഗറ്റീവാണ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഇതൊരു പക്കാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാവം, വളരെ എന്താണ് വളരെ ശബ്ദമൊക്കെ ഇങ്ങനെ താഴ്ത്തി എന്താ മോളെ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഒന്നാമത് എന്റെ ശബ്ദം കുറച്ച് ബോൾഡുമാണ്. ബോൾഡാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റ കട്ടയ്ക്ക് മസ്റ്റ് പിടിച്ച് വലിയത്തരം ചെയ്തിരിക്കുമ്പോൾ മോളെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മെറ്റായി അലിഞ്ഞു എൻ്റെ ഈശ്വര. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് പത്മിനി എന്നാണ് കഥാപാത്രം അത് വന്നപ്പോൾ എനിക്ക്, കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു, കുറേ നെഗറ്റീവ് ചെയ്തതിന് ശേഷം ഒരു പോസിറ്റീവ് ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഒരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പം മനസ്സിലുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്താലോ എന്ന്. അത് തന്നെ കിട്ടി. ഓക്കെ, അപ്പം ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ മരിച്ചു, പിന്നെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഓക്കെ, ചേച്ചിയുടെ സ്ഥലം നേറ്റീവ് എവിടെയാണ്? ഞാൻ നേറ്റീവ് ചോദിച്ചാൽ ഞാൻ ജനിച്ചത് നാഗ്പൂരാണ്. നാഗ്പൂരാണ്. അപ്പൊ മലയാളി അല്ലേ? മലയാളിയാണ് ഞാൻ കേട്ടോ, ജനിച്ചു പോയി അവിടെ. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ താമസം അങ്കമാലി. അങ്കമാലി. അപ്പൊ ശരിക്കും എവിടുത്തെ കാര്യമാണ്? അല്ലെ, ശരിക്കും എവിടുത്തെ കാര്യം? കോട്ടയം കാര്യമാണോ? കോട്ടയം കാര്യമാണ്. ഹസ്ബൻഡ് കോട്ടയത്താണ്, അതുകൊണ്ട് ഞാനും കോട്ടയംകാരിയായി. ഓക്കെ, അപ്പോൾ 5 വർഷം ചേച്ചി ഒരു ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്നപ്പം ചേച്ചിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പണ്ട് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ്? 5 വർഷം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മാറി ഒരു മുങ്ങിയ വ്യക്തിയാണ് ഞാൻ. കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് വയ്യാതായി, അങ്ങനെ ഇപ്പം മാറി നിൽക്കേണ്ടി വന്നു. അമ്മയ്ക്ക് വയ്യാതായി, എല്ലാവർക്കും എന്നെ മതി, ഞാൻ നന്നായിട്ട് നോക്കുമെന്നൊക്കെ അവർക്കൊരു ഇത്, അത് ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പോകാനായിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ചേച്ചി ഇപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, സിനിമയിലാണെങ്കിലും സീരിയലാണ്. അപ്പോൾ ഒത്തിരി സീനിയർ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ചേച്ചി അഭിനയം കണ്ട് ഞെട്ടി നിന്ന ഒരു ആർട്ടിസ്റ്റ് ആരാണ്? തിലകൻ ചേട്ടൻ. തിലകൻ സാർ പണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പം ശരിക്കും നടക്കുന്നുണ്ട് അല്ലേ? അപ്പം സാറിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാം ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്, വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ചേച്ചി തിലകൻ സാറിന് പഠിച്ച ഒരു കാര്യം എന്താണ്? ചേച്ചി അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? ഐ മീൻ എന്തുണ്ടെങ്കിലും നേരെ വാ നേരെ പോ എന്നുള്ളൊരു ട്രാക്കാണോ? ചേട്ടൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, തിലകൻ ചേട്ടൻ നിന്ന് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അഭിനയത്തെപ്പറ്റി പഠിക്കാൻ. തിലകൻ ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അത് പഠിക്കണമെങ്കിൽ നമ്മളൊരു മനുഷ്യനിൽ കൂടി പഠിക്കണമെന്നില്ല, പ്രകൃതിയിലെ മൃഗങ്ങളിൽ കൂടിയും പഠിക്കാം. അത് തിലകൻ ചേട്ടൻ അത് അഭിനയിച്ച് കാണിച്ചു. നമ്മൾ വരുവാണ്, നമ്മുടെ ഉമ്മറത്തൊരു പട്ടി കിടക്കുവാണ്, ഒരു നായ കിടക്കുവാണ്. ആ നായ വരുമ്പോഴത്തേക്കും ആ നായ്ക്ക് പല നോട്ടം വരാം. അവൻ്റെ യജമാനനാണ് വരുന്നെങ്കിൽ അവൻ്റെ നോട്ടം വേറെ ആയിരിക്കും, അറിയാത്തവനാണ് വരുന്നെങ്കിൽ കള്ളം വരുവാണ് വേറെ. അതിൽ കൂടെ നമുക്ക് ഒരുപാട് അവൻ്റെ ചെവി, കണ്ണ്, അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, അതിൽ കൂടെ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമല്ല പഠിക്കാൻ പറ്റുന്നതെന്ന് പറയും. അപ്പോൾ കറക്റ്റാണ് നമ്മൾ നോക്കുമ്പോൾ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം അവനിൽ ഓരോ എക്സ്പ്രഷനും എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു ഇതുണ്ട്. ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാം. അപ്പം ചേച്ചി എങ്ങനെയാണ് തിലകൻ സാറിനെ പോലെ ചേച്ചിയും എല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണോ? അത് ബോൾഡാണ്. അതെ അതെ, ബോൾഡാണോ? ഞാൻ എൻ്റെ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ, അല്ലാതെ എനിക്ക് വെട്ടിത്തുറന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം അങ്ങനെ പറയില്ല ഞാൻ ആരും. അങ്ങനെ അവർക്കൊരു വിഷമമായാലോ എന്ന് വരും. കാരണം ഞാനിങ്ങനെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും പറയുന്ന പെൺകുട്ടികളെ നോ പറയേണ്ട അടുത്ത് നോ പറയണം, എസ് പറയേണ്ട അടുത്ത് എസ് പറയണം, പേടിക്കാൻ പാടില്ല, ധൈര്യമായിട്ട് പറയണം. വിഷയങ്ങളിൽ അതും ഓക്കെ, അത് പറയണം, നോ പറയേണ്ടത് തന്നെ നോ പറയാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ എന്നെ ഇപ്പം ഒരു പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ വർക്കിന് വിളിച്ച് ഓക്കെ ആയി. അപ്പോൾ ഒരു കോസ്റ്റ്യൂമർ വിളിക്കുവാണ്, ചേച്ചി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിളിക്കണം, നാളെ വർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഹലോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വർക്കിന് വിളിക്കുക എന്നിരിക്കും ഒരാൾ. ഹലോ ആരാണ്? അപ്പം ഞാൻ ചോദിക്കും ഹലോ ആരാ ചോദിക്കും. ഞാൻ ഇന്ന ആൾ. ശരി. അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയാണ്, ചേച്ചി നാളെ ഡ്രസ്സ് ഉണ്ടേ, പറഞ്ഞോ ഏതൊക്കെ എടുക്കണ്ടേ, അത് മാത്രം മതിയോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരിക്കും ഞാൻ ലൊക്കേഷൻ ചെല്ലുന്നത്. അപ്പോൾ ഇവർ കണ്ടിട്ട് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയും, അയ്യോ ഈ ചേച്ചിയായിരുന്നു ഫോണിൽ കൂടെ സംസാരിക്കും, എന്തൊരു ഹെഡ് മാസ്റ്റർ പോലെയാണ് സംസാരിച്ചത്. എൻ്റെ സൗണ്ടിൻ്റെ ഒരു കുഴപ്പമായിരിക്കാണ്. അല്ലാതെ എൻ്റെ കൂടെ ഇതുവരെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ആരും എന്നെപ്പറ്റി അങ്ങനെ ഒരു ചേച്ചി ഭയങ്കര അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കത് പറ്റില്ല. ഒരു പ്രൊഡക്ഷൻ ബോയിയോട് പോലും ഞാൻ മോനെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുള്ളൂ, എന്ന് പറയില്ല. കാരണം അവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി പണ്ട് വർക്ക്
ചെയ്യുമ്പോഴും ഇപ്പോഴും വർക്ക് ചെയ്യുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് ചേച്ചിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഫീൽ ചെയ്യുന്നത്? അത് സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ വരവോട് കൂടി അന്ന് ഈ ഫോൺ അങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അതിലേക്കായി. കാരണം ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ പോലെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, വേണം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ വന്നു, 13 എപ്പിസോഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും കൂടെ വന്നു കൂടിയിരുന്നു, ഒരു കട്ടിലേ ഉണ്ടാവുള്ളൂ, എല്ലാവരും അതിൽ റെസ്റ്റ് എടുക്കാൻ നേരുന്നു, കിടന്നു, അവിടുന്ന് പോയി, ഇന്നത്തെ പോലെ എന്നാൽ മാറി നിന്ന് സംസാരിച്ചു, അങ്ങനത്തെ ആ ഒരു ഫീലോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഭയങ്കര വിഷമമാണ് പോകുമ്പോൾ, ഭയങ്കര കൂട്ടാ. കാരണം എനിക്ക് തോന്നുന്നത് സംസാരിക്കാനുള്ള ഒരുപാട് സാഹചര്യം കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ഈ സംസാരിക്കുമ്പോഴത്തേക്കാണല്ലോ സൗഹൃദം വളരുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ പണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ഒരു ഫാമിലി പോലെ ആയിരുന്നല്ലേ? ഈഗോ ഒന്നുമില്ല. ഇൻഡസ്ട്രിയിൽ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ആരെങ്കിലും ഒരാൾ, രണ്ടുപേര് പേര് പറയാം. ബെസ്റ്റ് ഫ്രണ്ട് മീൻസ് ഇപ്പോഴും കീപ്പ് ഇൻ ടച്ച് ആണ്. ആരായിട്ടാണ്? എനിക്ക് സംഗീതമായിട്ട്. സംഗീത രാജേന്ദ്രൻ. ഓക്കെ, സംഗീത രാജേന്ദ്രൻ. പിന്നീട് അങ്ങനെ അത് തന്നെ. അല്ല, ഞാനങ്ങനെ ഒരു എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, എൻ്റെ ഒരു തിരക്കും കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാനങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അത് കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല. അങ്ങനെ ഒരു ഡെയിലി വിളിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം അങ്ങനെ ഒരു ഫ്രണ്ട്സ് എനിക്ക് ഇല്ല. ഓക്കെ, നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, സ്നേഹപൂർവ്വം ശ്യാമയിൽ ഞാൻ കുറച്ച് നാൾ വർക്കിന് ശേഷം എന്നെ അരുൺ ചാവറയാണ് എന്നെ ഇതിനകത്തേക്ക് ക്ഷണിച്ചത്. ഓക്കെ. അപ്പം നല്ല ക്യാരക്ടറായിരുന്നു. വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു, ചേച്ചി നല്ലൊരു ക്യാരക്ടറാണ്, ധൈര്യമായിട്ട് കൈവച്ചു എന്ന് പറഞ്ഞു. ആ വിശ്വാസം എനിക്കുണ്ട്, അരുൺ തന്നെ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ നല്ല നല്ല ഒരു ആർട്ടിസ്റ്റോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? എനിക്കറിയണ്ട ഇന്ന് ഏത് ദൈവത്തിനാണ് വിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കുക, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എന്റെ ഭഗവാനെ, അതും എല്ലാം കൊണ്ട് ഐശ്വര്യായിരിക്കില്ല. ഞാൻ ആങ്കർ ചെയ്യുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, വെച്ചിട്ട് കയറ്റമാണോ ഇറക്കമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരു കാര്യം സമ്മതിച്ചു. ഞാൻ ആദ്യം ഇരുന്നപ്പോൾ ഞാൻ അന്ന് ഡാൻസ് കളിച്ചില്ലേ, നമ്മുടെ മഞ്ഞൾ കല്യാണത്തിന് മൈലാഞ്ചി കല്യാണം, നമ്മുടെ ഈ സീരിയലിൽ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ ഓർത്തും അങ്ങനെ മാറി, ഞാനൊന്നുമില്ല, ഞാനും ഡാൻസ് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തും ഇല്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്തും കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, കളിക്കാന്ന് പറഞ്ഞ് മുന്നേ ഇറങ്ങിയവരെ പോലും തോപ്പിച്ചങ്ങ് കളിച്ചില്ലേ. അത് ഞങ്ങളൊക്കെ അങ്ങനെ പറയില്ല, പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല പക്ഷെ മാർക്ക് വരുമ്പോ ഇപ്പൊ രണ്ടാമത്തെ തെളിവ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാം. ശരി, നമ്മുടെ ലൊക്കേഷനിൽ ഒരുപാട് നാളായാലും ഇപ്പൊ നമ്മളൊരു 4 ഷെഡ്യൂളായാലും ചേച്ചി, ഒരു അൺഫർഗറ്റബിൾ മൊമെന്റ് ഏതാണ്? അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ രാജീവ് സാറിന്റെ, KK രാജീവ് സാറിന്റെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ശ്യാമ വരുന്നല്ലോ? അല്ല, ഓർമ്മ. അത് പ്രിയാരാമൻ, നമ്മുടെ രാജേന്ദ്ര ചേട്ടനായിരുന്നു ഹസ്ബൻഡായിട്ട്, സന്ധ്യച്ചിയുടെ. ഓക്കെ ഓക്കെ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അടുക്കള സീൻ ഉണ്ടായിരുന്നു. അടുക്കള സീനിൽ അന്ന് ഈ മറ്റേ അടുപ്പൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു സംഭവമായിരുന്നു എടുത്തോണ്ടിരുന്നത്. അങ്ങനെ എടുത്തോണ്ട് അതിനകത്ത് സനുഷയുണ്ട്, മോള്, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റില്ലേ, സനുഷയായിരുന്നു മോളായിട്ട്. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ അടുപ്പ് ഊതി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് അതിലൊരു ഇന്റർവ്യൂ 30 മിനിറ്റാണ്, 1 മണിക്കൂർ എടുക്കുന്നുണ്ട്. കഥ പറയാൻ നമുക്ക് 5 മിനിറ്റ് പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? അതാണ്. അങ്ങനെ അതിനകത്തൊരു ചെറിയ മോളുടെ ഒരു ഡ്രസ്സിൽ തീ പിടിച്ചു. അങ്ങനെ ഒരു പേടിക്കുന്ന ഒരു സാഹചര്യം ഭയങ്കര മറക്കാൻ പറ്റില്ല അത് ഇപ്പോഴും. അത് വല്ലാതെ പേടിച്ചു പോയി എല്ലാവരും. എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ചേച്ചി എത്തിപ്പെട്ടത്? ഞാൻ എത്തിപ്പെട്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരിയുടെ കൂടെ കൂട്ടുപോയതായിരുന്നു ഒരു വർക്കിന്. കൂട്ടുകാരി ആർട്ടിസ്റ്റ് ആണ്? അല്ല, നമുക്കറിയാവുന്നൊരു അടുത്തുള്ള ഒരാളോ. അങ്ങനെ പോയപ്പോഴത്തേക്കും അവരുടെ ഫോട്ടോ എടുക്കണമായിരുന്നു, ഫോട്ടോഷൂട്ടായിരുന്നു അന്ന്. ഈ മറ്റേ ഈ കന്യക അതിനകത്തൊക്കെ ഫോട്ടോ വരുമല്ലോ, അങ്ങനെയായിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചാൽ നിൽക്കാമോ എന്ന്. അപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഫോട്ടോ എല്ലാം നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് എൻ്റെയാണ് കൂടുതലും, അതിൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ 5-6 ഫോട്ടോയും. അന്ന് കന്യക എന്ന് പറഞ്ഞൊരു മാഗസിനൊക്കെ ഉണ്ടായിരുന്നു, മനോരാജ്യം, കന്യക എന്ന്, അതിനകത്തൊക്കെ വന്നു. അതിൻ്റെ കവർ പേജ് കണ്ടിട്ട്, കവർ പേജൊക്കെ വന്നു, മനോരാജ്യത്തിൻ്റെ കവർ പേജൊക്കെ വന്നു എൻ്റെ. അതിലൂടെ അങ്ങനെ ചേച്ചി സ്കോർ ചെയ്തു. ആ കൂട്ടുകാരി ഇപ്പം എവിടെ? അറിയില്ലേ. അപ്പം വീട്ടിൽ സപ്പോർട്ടായിരുന്നോ ഈ അഭിനയ മേഖലയിലോട്ട് വരുമ്പോൾ? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കായിരുന്നു സപ്പോർട്ട് കൂടുതലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് നല്ല സപ്പോർട്ട്. അപ്പം ചേച്ചി അഭിനയത്തിലോട്ട് വന്നത് കല്യാണത്തിന് ശേഷമാണോ? ആണോ? ഓക്കെ ഓക്കെ. അപ്പം വീട്ടിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല? ഒന്നുമില്ല. വീട്ടുകാരാണ് പറയുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന്. അല്ല, ഇന്നിപ്പം എല്ലാവരും പറയും നമ്മുടെ ഇൻഡസ്ട്രി അധികം സേഫ് അല്ല, പെൺകുട്ടികൾക്കാണെങ്കിൽ സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? അന്ന് സേഫ് ആയിരുന്നു, അന്ന് നല്ല സേഫ് ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും ധാരണ വേറെയായിരുന്നു.
ഇങ്ങനെ അഭിനയിക്കുന്നു, അവരൊക്കെ റിയലായിട്ട് കാണും. ഒരു പ്രണയരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്രണയിക്കാന്ന് കരുതും. അതിനകത്ത് ഈ ക്യാമറ ട്രിക്കൊന്നും പീഡന രംഗമാണെങ്കിൽ ഓക്കെ ചേച്ചി, അപ്പം ചേച്ചിയുടെ ആദ്യത്തെ സിനിമ ഏതാണ് ചേച്ചി ചെയ്തത്? ആദ്യ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോയത് കോട്ടയത്തായിരുന്നു. ജോഷി മാത്യു എന്ന് പറയും ഒരു ഡയറക്ടർ, മാൻ ഓഫ് ദി മാച്ച്, വാണി വിശ്വനാഥ് തോന്നുന്നു. എങ്ങനെ അതിലേക്കുള്ള അവസരം ലഭിച്ചത്? അതിനകത്ത് ജോഷി സാറിന് ഹസ്ബൻഡിനും അറിയായിരുന്നു. അങ്ങനെ ഒന്ന് വിളിച്ചു. അപ്പൊ അതിനകത്ത് ചെറിയൊരു സംഭവം, എന്തോ പുസ്തകം വായിച്ചിട്ട് അവിടെ ഹോസ്റ്റലിലെ സംഭവം ഉള്ളായിരുന്നു. സീരിയൽ ചെയ്തിട്ടില്ല. എനിക്കൊരു ജോഷി സാർ ഒരു ലെറ്റർ തന്നു, സിബി മലയ സാറിനെ പോയി കാണാൻ. ജോഷി സാർ ലെറ്റർ തന്നു. അപ്പോൾ ആ ലെറ്ററും കൊണ്ട് ഞങ്ങൾ സിബി സാറിനെ പോയി കാണാൻ പോയപ്പോൾ, പക്ഷേ സമയം കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ സുനിത ചെയ്ത ക്യാരക്ടർ എനിക്ക് തരായിരുന്നു സിബി സാർ നേരിട്ട് പറഞ്ഞു അതിനകത്ത്. പക്ഷേ അതിനകത്ത് ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്തു ജയറാമിൻ്റെ കൂടെ, ഓഫീസ് സ്റ്റാഫായിട്ട് ഞാനും ജഗദീഷ് ഏട്ടനും ഒക്കെ ഉള്ളത്. അതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. സീരിയൽ ചെയ്തിട്ടില്ല, സിനിമ. അപ്പം അന്ന് വലിയ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നോ? അന്നൊന്നും അറിയില്ലല്ലോ, അഭിനയിക്കാൻ ഇറങ്ങിയല്ലേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം സ്ലോ അല്ലേ, അപ്പോൾ അതൊക്കെ ലുക്കും കാര്യങ്ങളും. സിനിമയ്ക്കകത്ത് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും സിനിമ ഇത് സീരിയൽ അല്ല, അവിടെ എല്ലാം ഫാസ്റ്റ് ആണല്ലോ ലുക്കും കാര്യങ്ങളൊക്കെ. ആ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ. ചേച്ചി അഭിനയം മാത്രമല്ലാതെ ചേച്ചിക്ക് വേറെ എന്താണ് കഴിവുള്ളത്? പാചകം ചെയ്യും നന്നായിട്ട്? പാചകം ചെയ്യും? അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. കവിത എഴുതുമല്ലോ? അതും ചേച്ചിയുടെ ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്, കവിതയുടെ പേര് ചെമ്പരത്തി. ഓക്കെ, സമയമുണ്ടോ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന്? എനിക്ക് പാട് ചേച്ചി കവിത. എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. ഇനി ചേച്ചിയുടെ അടുത്ത പ്രോജക്റ്റ് ഏതാണ്? പ്രോജക്റ്റ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതൊരു സിനിമയാണ്, അത് ഇപ്പൊ വരാൻ പോകുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാട്ടോ. നേരറിയാന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. സിനിമ അത് ഇപ്പൊ ഉടനെ അതിന്റെ ഡബിങ് കാര്യങ്ങളൊക്കെ ആവുന്നുള്ളൂ. ആർട്ടിസ്റ്റുകളാരൊക്കെ ആയിരുന്നു അതില്? അതിനകത്ത് മഞ്ഞമ്മൽ ബോയ്സിലെ ഒരു അഭിരാം നായകൻ, പിന്നെ കക്ഷി അമ്മണിപ്പിള്ളയിലെ നായിക കുട്ടി, നായകന്റെ അമ്മയായിട്ടാണ് അല്ലേ? നായകന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ അവരുടെ തന്നെ ഒരു സിനിമ ഉണ്ടെന്ന് പറയുന്നു. ഈ സിനിമയല്ലേ, അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു എന്ന് പറയാം. ചേച്ചിക്ക് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ എന്താണ്? എനിക്കൊരു മുത്തശ്ശി ക്യാരക്ടർ. മുത്തശ്ശി ക്യാരക്ടറോ? ഇത്ര ബ്യൂട്ടിഫുൾ യങ് ലുക്കിംഗ് മുത്തശ്ശിയോ? എനിക്ക് നല്ലൊരു മുത്തശ്ശി ക്യാരക്ടർ. കൊച്ചുമക്കളെയൊക്കെ നോക്കി ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് മുത്തശ്ശി ചെയ്യുന്നില്ലേ, ആ ക്യാരക്ടർ ഇഷ്ടമാണ്. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആയാലുള്ളൊരു മുത്തശ്ശി. നമ്മുടെ സ്നേഹപുരം ശ്യാമേത മുത്തശ്ശിയുടെ, ജയഭാരതി മുത്തശ്ശിയുടെ അതേ പാറ്റേൺ അല്ലേ? കുറച്ചുകൂടെ ഡെവലപ്പ് ആയ എങ്ങനെയായിരിക്കും പിള്ളേരായിട്ട് കുറച്ചുകൂടെ മിങ്കിളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി. So signing off, Kirti Krishna. Bye.